ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് തിന്നണമെന്ന് തോന്നുമ്പോഴേ മിൻസ് ചിക്കൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്ന വിധമാണ് ഇന്നത്തെ റെസിപ്പിയിൽ കൂടെ കാണാൻ പോകുന്നത്. നമ്മൾ അല്ലാതെ പ്രോപ്പറായിട്ട് ചിക്കന് നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് അത് ഷ്രെഡ് ചെയ്ത് എടുത്തിട്ട് പൊട്ടറ്റോയുമായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെ ഉണ്ടാക്കാതെ ചിക്കൻ മിൻസ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന വിധമാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. അയ്യോ, പിള്ളേർക്ക് ചിക്കൻ കട്ട്ലേറ്റ് തിന്നാനൊരു കൊതി പറഞ്ഞു. ഞാനപ്പോ എന്ത് ചെയ്തെന്നോ, 2 സവോളയും 2 പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കുനുകുനാന്നരിഞ്ഞിട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ പാനിലോട്ട് ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാനിട്ട് കറിവേപ്പില ഇല്ല, അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ഒന്നും വാങ്ങിച്ച് വെട്ടി കഴുകി അത് കുക്ക് ചെയ്ത് എടുക്കാനൊന്നും മെനക്കെട്ടില്ല. അതെ, ചിക്കൻ്റെ മിൻസ് അത് ഇവിടെ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. മല്ലിയിലയും കൂടി ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തേ. ഇനി ഇതൊന്ന് കുക്കാകാൻ വേണ്ടിയേ നമുക്കൊന്ന് അടച്ചു കൊടുക്കാമേ. ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പൊന്നും ഒരുപാട് ഇട്ട് കൊടുക്കല്ല. ആദ്യമേ ഞാൻ ഒരു 3/4 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 4 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ 4ആയിട്ട് കീറി എടുത്തിട്ട് അത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തു. അതിലേക്ക് നമുക്ക് മാഷർ ഇട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതെല്ലാമേ ഉടച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്തല്ല വെച്ച് ഇതിന് തന്നെ ചിക്കനിൽ നിന്ന്, ഇത് ചിക്കൻ ബ്രസ്റ്റ് കൊണ്ടുള്ള മീൻസാണ്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാമേ. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് തീയിരിക്കുന്നത്. അടച്ചിരുന്നപ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പം ചിക്കൻ മീൻസ് ആയതുകൊണ്ട് വേഗം വെന്തു. അപ്പം കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയത് നമ്മളിപ്പോൾ അടപ്പ് മാറ്റിയിട്ടിട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കുവാണ്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഉപ്പ് 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത് അത് പോരാ. ഇപ്പം കുറച്ചുകൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ നല്ലവണ്ണം കുരുമുളക് പൊടിയെ അത് കുറച്ച് പച്ചമുളക് ഞാൻ ചേർത്തായിരുന്നു. കുറച്ച് 1 സ്പൂണോളം കുരുമുളക് പൊടിയും 1 സ്പൂണ് ഗരം മസാലയും. ഗരം മസാല പിന്നെ വേണ്ടിയത് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം ചിക്കൻ മസാലയിലെല്ലാം ഉണ്ടല്ലോ. ഇതൊരു 1 സ്പൂണോളം, 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇത് ഒന്ന് കുക്കായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ആ പൊട്ടറ്റോ മാഷർ തന്നെ ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി പൊട്ടറ്റോയൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 4 കട്ട്ലേറ്റ് ഫ്രൈ ചെയ്ത് ഇപ്പം കഴിച്ചു മക്കളെ. അതുകൂടാതെ ഇനി 30 കട്ട്ലേറ്റ്, 1 കിലോ മിൻസ് ചിക്കനും അതുപോലെ തന്നെ ആ പൊട്ടറ്റോയും ആ സവോള എല്ലാം കൂടെ ചേർത്തപ്പം മൊത്തത്തിൽ 34 കട്ട്ലേറ്റ്, നല്ല വലിപ്പമുള്ള കട്ട്ലേറ്റുകളാണ്. ഇത് ഞാൻ ഫ്രീസറിൽ ഇപ്പോൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുവാണ്. എപ്പോഴേലും വേണ്ടിയപ്പോൾ നമുക്കെടുത്ത് വറക്കാം. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. എപ്പോഴേലും കട്ട്ലേറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കണം. കൂടുതൽ നാളത്തേക്ക് വെക്കുവാണ്. 2 ദിവസത്തിനുള്ളിൽ ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും. ഈ കട്ട്ലേറ്റിന് വേണ്ടി നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി പൊടിച്ചെടുത്ത് അത് മുട്ടയെ മുക്കി ബ്രെഡ് ക്രംസും കൂടെ പിടിപ്പിക്കുമായിരുന്നേ. അല്ലാതെ റെഡിമെയ്ഡ് അല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഇങ്ങനത്തെ ഒരു കളർ വന്നത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി ഫ്രൈ ചെയ്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലാണ്. ഇതാണ് നമ്മുടെ മീൻസ് ചിക്കനും കൊണ്ടുള്ള ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഫൈനൽ സ്റ്റേജ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്ക് സ്റ്റേ സേഫ്. താങ്ക് യു, ബൈ. അപ്പോൾ നമ്മൾ കുറേ ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. മക്കളൊക്കെ കഴിച്ചേ. ഞാനിത് നിങ്ങളെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഇത് ചിക്കൻ ഫ്രഷ് ചിക്കന് കുക്ക് ചെയ്ത് എടുത്ത് ഷ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ബ്ലെൻഡറിൽ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കുന്നതും
ഇത് മിൻസ് ചിക്കൻ അങ്ങനെ തന്നെ വാങ്ങിച്ച് കുക്ക് ചെയ്തിട്ട് ചെയ്യുന്നതും ഇതാണ് ഈസി. പക്ഷെ കൂടുതൽ ടേസ്റ്റി ഉള്ളത് തുറന്ന് പറയാം, നമ്മൾ ഫ്രഷ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നാലും ഈസി ഇതല്ലേ, ഇതിനും നല്ല ടെക്സ്ചർ വന്നിട്ടുണ്ട്. കുരുമുളക് പൊടിയും അതുപോലെ പെരിഞ്ജീരകത്തിന്റെ പൊടിയൊക്കെ ഒരുപാട് ചേർത്തില്ലേ, അപ്പൊ അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ റെസിപ്പി ഇഷ്ടമായില്ലേ? ക്രിസ്മസ് വരുവാ, അടുത്തോണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതൊക്കെ കേട്ടോ. ഞാനിടുന്ന എൻ്റെ വെറൈറ്റി റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണേ. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.